ഇന്ന് നമ്മൾ 50ാമത്തെ വനിതാ ദിനം ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് 1975 നമ്മൾ ആദ്യമായിട്ട് വനിതാ ദിനം ഇങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങിയത്. ബാക്കി ചരിത്രമൊക്കെ നേരത്തെ നമ്മുടെ മോൾ പറഞ്ഞു തന്നു, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. പിന്നെ നമ്മുടെ ഈ വർഷത്തെ സംഭവം എന്താ വെച്ചാൽ ലിംഗസമത്വത്തിനായി പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതാണ് നമ്മുടെ 2025 വനിതാ ദിന സന്ദേശം. ഇതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ലിംഗസമത്വം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലിംഗസമത്വം നേടിക്കഴിഞ്ഞു, അതെല്ലാവർക്കും അറിയാം. കാരണം ഈ 4 ചുമരുകൾക്കുള്ളിലിരുന്ന സ്ത്രീകളിപ്പോൾ നാനാതുറകളിലും എല്ലാ രംഗത്തും അവർ ഉയർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സ്ത്രീ സമത്വമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, സ്ത്രീ സ്വാതന്ത്ര്യം. കാരണം നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യമാണ്, അതെല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്ന് വായിച്ച പത്രത്തിൽ വായിച്ചത് ശരിക്കും പറഞ്ഞാൽ കണ്ണു നിറഞ്ഞൊരു സംഭവമാണ്. അതായത് ഒരു പെൺകുട്ടി സഹോദരി, ഞാൻ പേര് മറന്നുപോയി, അത് എറണാകുളത്തുകാരിയാണ്. അതിൽ ജന്മന 2 കൈയും നഷ്ടപ്പെട്ട കുട്ടിയാണ്. പക്ഷെ അത് ഇന്ന് ലോകത്തിൽ ആദ്യമായിട്ട് അതിന് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയിരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, അതപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വനിത. അത് മാത്രമല്ല, ചെറിയ പ്രായത്തിൽ തന്നെ അതിൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതായിട്ടാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അത് ഒരു പള്ളിയിൽ അത് താമസിച്ച് അവിടുത്തെ സിസ്റ്റേഴ്സ് അതിന് പഠിപ്പിച്ചു കൊടുക്കുകയും അത് കാലുകൊണ്ട് വരയ്ക്കാനും പഠിക്കാനും ഇപ്പോൾ അത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് മാറാനായിട്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി മാഡത്തിൻ്റെ സഹായത്തോടെ അത് ഇങ്ങനെ ഇന്ന് പേപ്പറിൽ അത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോയി. അപ്പോൾ സ്ത്രീകൾ എല്ലാ മേഖലകളിലും, ഈവൻ അത് 2 കൈകളില്ലാത്ത കുട്ടി പോലും അത് സകല മേഖലയിൽ കൈയടക്കി. അതേപോലെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട്, അവിടെ 20 ആണുങ്ങളുടെ കൂട്ടത്തിൽ 9 പേരാണ് ഈ ക്രെയിൻ മറ്റും അത് ഉപയോഗിക്കാനായിട്ട്. എന്തുമാത്രം അത് ഭാരോദ്വഹന സാധനമാണ് ഈ ക്രെയിൻ ഉപയോഗിക്കുക, അതിലും സ്ത്രീകൾ കടന്നു കയറി. പിന്നെ KSRTC-യിൽ സ്ത്രീകളെ മാത്രം 3 ഡിപ്പോയിൽ അവരെ ഹെഡാക്കി. അതും ഞാൻ ഇന്നത്തെ പത്രത്തിൽ വായിക്കാൻ സാധിച്ചാണ്. അപ്പം ഞാനീ പറഞ്ഞു വരുന്ന, നമ്മൾ വെറുതെ സ്ത്രീ സമത്വത്തിന് വേണ്ടി ഇനി പോരാടിയിട്ട് കാര്യമില്ല. അതായത് സ്ത്രീ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഇന്ന് തന്നെ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഉദ്യോഗസ്ഥരാണെന്ന് എനിക്കറിയില്ല, അവർക്കൊക്കെ എത്രമാത്രം സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ ചെറിയ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ അത് നല്ല മിടുക്കരാണ്, അവരതെല്ലാം സാധിച്ചെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയതുപോലെ പഴയ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും അടങ്ങി ഒതുക്കി നിങ്ങളെ കെട്ടിച്ചു വിട്ട് ആ പയ്യനോട് ജീവിക്കണം. ആണോ? എല്ലാവരും അതെങ്കിലും സമ്മതിക്കുന്നുണ്ട്?